ഹലോ ഗൈസ്, ട്രിപ്പിൻ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹിയെക്കുറിച്ചും ഡൽഹിയുടെ വിശേഷങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ട്രിപ്പിൻ സ്പോട്ട് എന്ന ചാനൽ ഒരുപാട് പേർക്ക് ഗുണകരമാവുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹിയിലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാനും കണ്ടറിയുവാനും കേട്ടറിയുവാനും ഉള്ള സ്ഥലങ്ങളുള്ള ഒരു സ്ഥലം കുത്തുബ്മിനാറിനടുത്തുള്ള മെഹ്റോളി എന്ന സ്ഥലമാണ്. മെഹ്റോളി എന്ന സ്ഥലത്ത് ആർക്കിയോളജിക്കൽ പ്ലേസസ് ഒരുപാട് തന്നെയുണ്ട്. ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഡൽഹി അതോറിറ്റിയുടെ ത്രൂവിൽ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിനുള്ളിൽ പുരാതനമായ ഒരുപാട് ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. ഡൽഹി ആർക്കിയോളജിക്കൽ പാർക്കിനുള്ളിലെ ഒരുപാട് തന്നെ പുരാതനമായ ബിൽഡിങ്ങുകളെക്കുറിച്ച് നമ്മുടെ ഈ ചാനലിൽ ഞാൻ വീഡിയോസ് പങ്കിട്ടിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ അവിടെ ഒരു ബെൽ ഐക്കൺ കാണും, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹി ആർക്കിയോളജിക്കൽ പാർക്കിനുള്ളിലെ രാജോൺ കി ബാവോലി എന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും ഇതിനെക്കുറിച്ച്, പക്ഷേ പലരും കണ്ടിട്ടുണ്ടായിരിക്കുകയില്ല. ഡൽഹിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും ഡൽഹി വരുന്ന വിസിറ്റേഴ്സ് പലപ്പോഴും അറിയാതെ പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ രാജോൺ കി ബാവോലിയുടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. ഡൽഹി മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിൻ്റെ എക്സിറ്റ് ഗേറ്റിലൂടെ വരുന്നവർക്ക് ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ രാജോൺ കി ബാവോലി കാണാൻ സാധിക്കും. രാജോൺ കി ബാവോലിയുടെ മെയിൻ ഗേറ്റാണിത്. ഒരുപാട് വർഷങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇപ്പോൾ ബിൽഡിങ്. ഇന്ത്യയിലെ ഡൽഹിയിലെ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിലെ പ്രശസ്തമായ ഒരു പടിക്കിണറാണ് രാജോൺ കി ബെയിൻ എന്നും അറിയപ്പെടുന്ന രാജോൺ കി ബാവോലി. 1506 ഡൽഹി സുൽത്താനേറ്റിലെ ലോധി രാജവംശത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ദൗലത് ഖാനാണ് ഇത് സ്ഥാപിച്ചത്. രാജോൺ കി ബാവോലിയുടെ പരിസരത്ത് ഒരു പള്ളിയും ശവകുടീരവും ഉൾപ്പെടുന്നു. മേസ്തിരിമാരെ സൂചിപ്പിക്കുന്ന രാജ്ബീസ് അല്ലെങ്കിൽ മിസ്ത്രീസ് എന്ന പദത്തിൽ നിന്നാണ് രാജോൺ കി ബാവോലി എന്ന പേര് ഉരുത്തിരിഞ്ഞത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മേസ്തിരിമാർ ഈ പ്രദേശത്ത് സ്ഥിരമായി താമസം മാറിയതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. വടക്ക് നിന്ന് പടികൾ പടിക്കിണറിൽ നിറച്ച വെള്ളത്തിലേക്ക് താഴേക്ക് പോകുന്നു. കിഴക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ നിന്ന് പടിക്കിണർ ഉയർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ചുമരുകൾക്ക് നടക്കാൻ ഇടുങ്ങിയ വശവും ഇരുവശത്തും 12 തൂണുകളും ഉണ്ട്. ഈ സ്മാരകം മധ്യ കാലഘട്ടത്തിൻ്റെ ആദ്യ മതിപ്പ് നൽകുന്നു. മനോഹരമായ തൂണുകളാൽ ചുറ്റപ്പെട്ട ഒരു മുറ്റവും വരാന്തയിലെ കമാനങ്ങളും അക്കാലത്തെ സാധാരണ ഉത്തരേന്ത്യൻ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഘടനയുടെ മധ്യഭാഗത്ത് ഒരു പടിക്കിണറുണ്ട്. പടിക്കിണറിനടുത്ത് എത്തുമ്പോൾ തണുക്കുന്ന രീതിയിലാണ് പടിക്കിണറിലേക്കുള്ള പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. തെക്കൻ ഡൽഹിയിലെ മെഹ്റോളി പ്രദേശത്തെ ജമാലി കമാലിയിലെ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിലാണ് രാജോൺ കി ബാവോലി സ്ഥിതി ചെയ്യുന്നത്. അദ്ഖം ഖാൻ്റെ ശവകുടീരത്തിനും ഗാന്ധക് കി ബാവോലിക്കും സമീപമാണ് ഇത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. AD 1506 മുതൽ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിൻ്റെ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മറഞ്ഞിരിക്കുന്ന രത്നമാണ് രാജോൺ കി ബാവോലി. രാജോൺ കി ബെയിൻ എന്നും അറിയപ്പെടുന്ന ഈ ചരിത്രപരമായ ബാവോലി അല്ലെങ്കിൽ പടിക്കിണർ അക്കാലത്ത് ഒരു ജലസംഭരണിയായും വേനൽക്കാലത്ത് ഒരു വിശ്രമ കേന്ദ്രമായും ഉപയോഗിച്ചിരുന്നു.
അവിടെ ജോലി ചെയ്തിരുന്ന മേസ്തിരിമാരുടെ പേരിലുള്ള ഇതിൻ്റെ ഘടന 4 നിലകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോന്നും താഴെയുള്ള കിണറിനോട് അടുക്കുമ്പോൾ ചുരുങ്ങുന്നു. ബാവോളിൻ്റെ ഓരോ നിലയും മുൻകാലങ്ങളിൽ ഒരു വിശ്രമ കേന്ദ്രമായി പ്രവർത്തിച്ച ആന്തരിക മുറികളുള്ള കൊളോണേറ്റഡ് സമിതി ആർക്കേഡുകളുടെ ആസ്ഥാനമാണ്. വിളക്കുകൾ കത്തിക്കാൻ അനുയോജ്യമായ ഭിത്തികളിലെ ആൽക്കോവുകളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് സാമൂഹികവും സാംസ്കാരികവുമായ ഒത്തുചേരലുകളുടെ വേദിയായും ബാവോലി പ്രവർത്തിച്ചിരിക്കാം എന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും വർഷം മുഴുവൻ ഉപയോഗിക്കാൻ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന പടിക്കിണറുകൾ അല്ലെങ്കിൽ ബാവോലികൾ നിർമ്മിച്ചു. തുടർച്ചയായ ഭരണാധികാരികളുടെ തലസ്ഥാനമായ ഡൽഹിയിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 100ഓളം ബാവോലികൾ നിർമ്മിച്ചിരുന്നു. അവയിൽ ചിലത് മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പൈപ്പ് വെള്ളം വീടുകളിൽ എത്തുന്നതിന് മുൻപ് ആളുകൾ കുടിവെള്ളത്തിനും കഴുകലിനും കുളിക്കാനും ജലസേചനത്തിനുമായി നദികൾ, കിണറുകൾ, തടാകങ്ങൾ, പടിക്കിണറുകൾ എന്നിവയെ ആശ്രയിച്ചിരുന്നു. മഴ കാലാനുസൃതമായതിനാൽ ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെയും മഴവെള്ളം ശേഖരിക്കേണ്ടതിൻ്റെയും ആവശ്യകത ചരിത്രത്തിലുടനീളം പ്രാദേശിക സമൂഹങ്ങളുടെ വാസ്തുവിദ്യ അറിവ് പ്രദർശിപ്പിക്കുന്ന ടാങ്കുകൾ, കിണറുകൾ, പടിക്കിണറുകൾ എന്നിവ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. ജലദൗർലഭ്യം കാരണം രാജാക്കന്മാർ കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്ര വിവരണങ്ങളിലുണ്ട്. ഫത്തേപൂർ സിക്രിയും തുഗ്ലക്കാബാദും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളാണ്. പല ഭരണാധികാരികളും തന്ത്രപരമായി ദില്ലി പോലുള്ള നദീതീരങ്ങളിലെ തലസ്ഥാന സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു. ഇത് 7 തവണ തലസ്ഥാനമായിരുന്നു. ഇത് യമുനയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ചില പടിക്കിണറുകൾ അനാവരണം ചെയ്യുകയും സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മറ്റുള്ളവ അവഗണന കാരണം നിശബ്ദമായി മരിക്കുന്നു. ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ പഴയതിലും നല്ല പ്രൗഢിയോടുകൂടിയും കളർഫുള്ളോടുകൂടിയും മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണ് ഡൽഹി ഗവൺമെൻറ്. ഡിസംബർ മാസത്തോടുകൂടി പണിയെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഒരു പുതുമയാർന്ന രാജോൺകി ബാവോലി സന്ദർശകർക്ക് നൽകുവാനാണ് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. രജോൺകി ബാവോലി കാണാൻ വരുന്ന സന്ദർശകർക്ക് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ലോധി ടോംബ് സ്ഥിതി ചെയ്യുന്നു. ലോധി ടോംബിൻ്റെ നല്ലൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പെട്ടെന്ന് തന്നെ കണ്ടോളും. ലോധി ടോംബ് ലോധി രാജവംശത്തിൽപ്പെട്ട എല്ലാവരെയും തന്നെ അവിടെ അടക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ല ഒരു നിരീക്ഷണ കേന്ദ്രമാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും. അപ്പോൾ ട്രിപ്പിൾ സ്പോട്ടിൻ്റെ പുതിയ ഒരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.